ജന്മാദ്യസ്യേതോന്യാദിതരതച്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയാ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 2-ാമത്തെ സ്കന്ധം 9-ാം അധ്യായം. ശുഗമഹർഷി പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്ത ഭാഗവതം ശുഗമഹർഷിക്ക് അച്ഛനായ വ്യാസൻ പറഞ്ഞു കൊടുത്തു. ആ വ്യാസന് അത് കിട്ടിയത് നാരദനിൽ നിന്നാണ്. നാരദന് അത് എവിടുന്ന് കിട്ടിയെന്നാണെങ്കിൽ അച്ഛനായ ബ്രഹ്മാവിൽ നിന്നാണ്. അച്ഛനും മകനുമാണ് പലതും. ബ്രഹ്മാവ് നാരദന്, നാരദൻ വ്യാസന്, വ്യാസൻ പുത്രനായ ശുഗന്, ശുഗൻ പരീക്ഷത്തിന്. അതെല്ലാതും കൂടി ആ കഥ ചരിത്രം ചൗനകാദികളോട് സൂതൻ വിവരിക്കുകയാണ്. അപ്പം ബ്രഹ്മാവിന് ഇത് എവിടുന്ന് കിട്ടി എന്നതിലേക്കാണ് ഇനി പറയാൻ പോകുന്നത്. ബ്രഹ്മാവ് സൃഷ്ടി നടത്താനായിക്കൊണ്ട് ആഗ്രഹിച്ചു. തപ എന്ന അശരീരി കേട്ടു. തപസ് ചെയ്യുക, പ്രപഞ്ചസത്യങ്ങളെ അറിയുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അനവധി കാലം തപസ് ചെയ്താലേ അതിന് ഉത്തരം കിട്ടുകയുള്ളൂ. തപസ് ചെയ്തു, ഉത്തരം കിട്ടി. എന്തുത്തരം കിട്ടി? സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ വൈകുണ്ഠ ദർശനം കിട്ടി. ഇനി അതിലും ഇതെന്താ കിട്ടാനുള്ളത്? ആ വൈകുണ്ഠത്തെയാണ് 2-3 ശ്ലോകത്തിൽ വർണ്ണിച്ചത്. ശംഖചക്രധാത്മാദികൾ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തിലൂടെ കിരീടം, കുണ്ടലം, 4 കൈകൾ, പീതാംബരം, മഹാലക്ഷ്മി മാറത്ത് വിളങ്ങുന്ന അതായിട്ടുള്ളതൊക്കെ ആയ ആ രൂപത്തെ കാണാൻ സാധിച്ചു. രമമാണം ഈശ്വരം, ആ അങ്ങനെയുള്ള ഈശ്വരനെ ദദർശ കണ്ടു. ആ കണ്ടപ്പുണ്ടായ അവസ്ഥയാണ് അടുത്ത ശ്ലോകം 17. തദ്ദർശന ക്ലാദ പരിപ്ലുതാംധരോ ഹൃഷ്യധനു പ്രേമഭരാശ്രിലോചന നനാമപാദാംബുജമസ്യ വിശ്വതൃൽ പാരമകം സേനപദാധിഗമ്യതേ. തദ്ദർശന ക്ലാദ പരിപ്ലുതാംധര, ആ സ്വരൂപത്തെ കണ്ടപ്പോഴുള്ള അവസ്ഥ, ആനന്ദം, നിർവൃതി, അതൊക്കെ എങ്ങനെയാണ് എന്നൊന്നും വാക്കുകൊണ്ട് പറയാൻ സാധിക്കില്ല. അത്രയധികം പരിപ്ലുത അന്തര നിർവൃതിയാണ്. നിർവൃതിയിൽ എന്താ പ്രത്യേകത വെച്ചാൽ ഞാനില്ല, ഞാൻ സന്തോഷം അനുഭവിക്കുന്നു എന്ന് സാധാരണയുണ്ട്. പക്ഷെ നിർവൃതി എന്ന് പറഞ്ഞാൽ എന്തില്ല? ആ ഞാനില്ല, ഞാനും കൂടി അങ്ങോട്ട് അലിഞ്ഞ് ഇല്ലാതാവുന്ന ഒരു ആനന്ദാവസ്ഥയ്ക്കാണ് നിർവൃതി എന്ന് പറയുക. അവിടെ ഞാനില്ല. അപ്പം ഞാൻ എന്ന അഹം എന്ന ഭാവം തീരെ പോയി. നമ്മുടെ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു അസ്തിത്വം പോലും അങ്ങോട്ട് വിടുക എന്ന് പറയുമല്ലോ, ലയിച്ചില്ലാണ്ടാവുക. ഞാനാര്, ഞാനല്ലാത്തവരാര്, പ്രപഞ്ചം ഏത്, ഇതൊന്നും നിശ്ചയില്ലാത്ത ഒരു അവസ്ഥ. തദ്ദർശന ആഹ്ലാദ പരിപ്ലുതാന്തരോ, അതിലാട് മുങ്ങി എന്നർത്ഥം. മുങ്ങിയ പിന്നെ ചുറ്റുപാടുമില്ല. ഹൃഷ്യത്തനു പ്രേമഭര സുലോചന, ഹൃഷ്യത്തനു ഹർഷത്തെ സൂചിപ്പിക്കുന്ന ദേഹത്തോടു കൂടിയവനും സന്തോഷത്തോടു കൂടിയ ശരീരം. പ്രേമഭര അശ്രുലോചന, പ്രേമാധിക്യത്താൽ ഉണ്ടാകുന്ന അശ്രുലോചന, കണ്ണുനീർ നിറഞ്ഞ അവസ്ഥ. സ്നേഹം കൊണ്ട് ഭഗവാനോടുള്ളതായിരിക്കുന്ന ആ പ്രേമം അങ്ങോട്ട് വർദ്ധിച്ചപ്പോഴാണ് കണ്ണിൽ വെള്ളം വന്നത്. അതൊക്കെ ലക്ഷണങ്ങളാണ്. കണ്ണിൽ വെള്ളം വരിക, ഗദ്ഗത കണ്ഠം ഉണ്ടാവുക, അതൊക്കെയാണ് ഭഗവാനുമായിട്ട് അങ്ങോട്ട് വളരെ അടുപ്പമായിട്ടുണ്ടാവുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ ഭക്തി എന്ന് നമ്മൾ പലപ്പോഴും പറയേണ്ട, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചത് ഇങ്ങനെയൊക്കെയാണ് അതിനെ പറയാൻ പറ്റുള്ളൂ. കണ്ണിൽ വെള്ളം വരിക, ഗദ്ഗത കണ്ഠത്വം ഉണ്ടാവുക, ഞാൻ എന്ന അവസ്ഥ തീരെ ഇല്ലാതാവുക. എനിക്കായാൽ ഭഗവാനോടുള്ള പ്രേമരൂപമായിട്ടുള്ള ഭക്തി നമുക്കുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതിനൊക്കെ അളവുകോലുകളുണ്ട്, ഇല്ല എന്നല്ല, എന്തെങ്കിലുമൊക്കെ പറയല്ല എന്നർത്ഥം.
പലരും അത്തരം അവസ്ഥയിലെത്താതെ എന്തൊക്കെയോ ഭക്തി എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ദുർലഭം ചില ഭാഗ്യവാന്മാർക്ക് മാത്രമേ അങ്ങനെ ആവാൻ കഴിയുള്ളൂ. ഭഗവാൻ അങ്ങോട്ട് പറയുമ്പോൾ നമ്മളെയോട് മറക്കാൻ കഴിയണം. പിന്നെ നമുക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നു. നമ്മളെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാനാണ്? നമ്മളെ ഇല്ല, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചോദിക്കാൻ തോന്നുന്നു. പക്ഷെ നമ്മുടെ ഒരു കാര്യവും നടക്കാതെ വരില്ല. എന്തിനപ്പോൾ ഓരോന്ന് എടുത്തിട്ട് ചോദിക്കണം? ആ അവസ്ഥയ്ക്കൊക്കെയാണ് ചുരുക്കം പറയാച്ചാൽ നമ്മൾ ഭക്തി എന്ന് പറയുക. ഇവിടെ അതാണ് ഹൃഷ്യത്തനു പ്രേമപര അശ്രുലോചന. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥമാണ് പറഞ്ഞു പോയതുകൊണ്ട് മുഴുവനാവില്ല, അതുകൊണ്ട് പറഞ്ഞു എന്നേയുള്ളൂ. ഞാനും പോലും ഇല്ല എന്ന അവസ്ഥയിലെത്തി രണ്ട് കണ്ണിലും വെള്ളം നിറഞ്ഞ് തന്നെ തന്നെ മറന്ന ആനന്ദം ചിറകിട്ടടിക്കുന്ന ഒരവസ്ഥ, അപാരമായിട്ടുള്ളൊരവസ്ഥയാണത്. വിശ്വസൃക്ക് ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു? അസ്യ പാദാംബുജം നനാമ. അസ്യ ഇവൻ്റെ, അദ്ദേഹത്തിൻ്റെ, അസ്യ എന്ന് പറഞ്ഞാൽ ഏത് ഇതാവില്ല, അവൻ്റെന്നോ അദ്ദേഹത്തിൻ്റെന്നോ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ നടത്തുകയുള്ളൂ. അന്യപുരുഷൻ എന്ന് പറയും ഗ്രാമാറ്റിക്കലായിട്ട് പറയുമ്പോഴേ. അപ്പം അസ്യ അദ്ദേഹത്തിൻ്റെ പാദാംബുജം നനാമ, പാദാംബുജത്തെ നമസ്കരിച്ചു. യത് പാരമഹംസേന പഥ അധിഗമ്യതേ. ആ പാദപത്മത്തിൻ്റെ പ്രത്യേകത എന്താ? പരമഹംസന്മാർ എത്രയോ കാലത്തെ ഉപാസനയ്ക്ക് ശേഷം പ്രാപിക്കുന്നതാണത്. ഭക്താനാം അല്ലേ മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദുദരകിസലയം നാഥ തേ പാദമൂലം. ആ പാദമൂലം എങ്ങനെയാണ്? മുക്തിഭാജാം നിവാസോ, മുക്തി കിട്ടിയതായിട്ടുള്ള ജീവന്മാരുടെ ആവാസസ്ഥാനം. അവിടെ പോയിട്ടാണ് വിശ്രമം കൊള്ളുന്നത്. ആ ജീവന്മാരെല്ലാം വിശ്രമം കൊള്ളുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഭഗവത് പാദത്തിലാണ്. അപ്പോൾ പരമഹംസന്മാർ ഏതൊരു പാദത്തെ അല്ലെങ്കിൽ ഏതൊരു പദത്തെ എന്ന് പറഞ്ഞാൽ ശരിയോ, അത് പദം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാനം, പാദമാണ്, രണ്ടർത്ഥത്തിൽ ശരിയാവും. ഏതൊരു പദത്തെ പ്രാപിക്കുന്നുവോ ആ പദത്തെ ബ്രഹ്മാവനുണ്ട് എങ്കുപ്പി നമസ്കരിച്ചു ശിരസ്സുകൊണ്ട്. തദ്ദർശനാഹ്ലാദ പരിപ്ലുതാന്തരോഗഷ്യത്തനു പ്രേമഭരാശ്രുലോചന നനാമ. നമസ്കരിച്ചു. പാദാംബുജം അസ്യ വിശ്വതൃക് ബ്രഹ്മാവ്. വിശ്വതൃക്ക് പാദാംബുജം നനാമ. അസ്യ പാദാംബുജം നനാമ. നനാമ എന്ന ക്രിയ ലാസ്റ്റിലാണ് മലയാളത്തിൽ കൊണ്ടുവരിക. കർത്താവ് ആദ്യം വരും അല്ലേ. ഇപ്പം വിശ്വതൃക്ക് അസ്യ പാദാംബുജം നനാമ. വിശ്വതൃക്ക് ബ്രഹ്മാവ് ആ പാദാംബുജത്തെ നമസ്കരിച്ചു. ഏതൊരു പാദാംബുജമാണ് പരമഹംസന്മാർ പ്രാപിക്കുന്നത്? യത് പാരമഹംസേന പഥാതിഗമ്യതേ. വാസിച്ച് അവസാനം പ്രാപിക്കുന്ന ആ പാദാംബുജത്തെ നമസ്കരിച്ചു. തം പ്രീയമാണം സമുപസ്ഥിതം തഥാ പ്രജാഭിസർഗേ നിജശാസനാർഹണം ബഭാഷ ഈശസ്മിതശോജിഷാ ഗിരാ പ്രിയം പ്രീതമനാകരെ സ്പൃശൻ. പ്രിയമാണം സമുപസ്ഥിതം, പ്രീതിയുള്ളവനും അരികെ നിൽക്കുന്നവനും, പ്രജാവിസർഗേ പ്രജകളെ സൃഷ്ടിക്കുന്നവരിൽ നിജശാസനാർഹണം തൻ്റെ ആജ്ഞയ്ക്ക് യോഗ്യനും. ആരോടാ ആജ്ഞാപിക്കുക? ആജ്ഞാപിക്കണമെങ്കിൽ അതിനൊരു യോഗ്യത വേണം. പറഞ്ഞാൽ ചെയ്യും വേണം, അതിനുള്ള കഴിവും ഉണ്ടാവണം. വേണ്ടേ? മനസ്ഥിതി ഉണ്ടാവണം, അതിനുള്ള കഴിവും ഉണ്ടാവണം. അങ്ങനത്തെ ഒരാളുടെ ഒരു കാര്യം ആജ്ഞാപിക്കുള്ളൂ. അല്ലാണ്ട് വല്ലവരോട് ആജ്ഞാപിച്ചിട്ട് കാര്യമില്ല, ആജ്ഞാപിക്കാറില്ല. മേലെയുള്ള ഒരാൾ താഴെയുള്ള ഒരാൾ ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന് യോഗ്യനാണ് എന്നാവണം. എന്നുവെച്ചാൽ ആ കേൾക്കും വേണം, അനുസരണം ഉണ്ടാവണം, അതിനുള്ള കഴിവും ഉണ്ടാവണം. അനുസരണം മാത്രം പോരാ, കഴിവുണ്ടാവണം. രണ്ടും ഉണ്ടായാലേ പറ്റൂ. അങ്ങനെയുള്ള ആൾ തന്നെയാണ് ബ്രഹ്മാവ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് രണ്ട് വിശേഷണമാണ്. സമുപസ്ഥിതം അടുത്ത് നിൽക്കുന്നവനും, പ്രജാഭിസർഗേ നിജശാസനാർഹണം ആ സൃഷ്ടിയിൽ തൻ്റെ ശാസനത്തിന് യോഗ്യനായിട്ടുള്ളതും. രണ്ട് ക്വാളിറ്റിയാണ് അവിടെ പറഞ്ഞത്. സമുപസ്ഥിതം പ്രജാവിസർഗേ നിജശാസനാർഹണം പ്രിയം
പ്രേമയുക്തനുമായ തം അവനോട്, ബ്രഹ്മാവിനോട്, പ്രിയ സ്നേഹമുള്ളവനും പ്രീതിപ്പെട്ട മനസ്സോടു കൂടിയവനുമായ ശ്രീനാരായണൻ എന്ത് ചെയ്തു? കയ്യിൽ പിടിച്ചു, കരേ സ്പൃശൻ, കയ്യിൽ പിടിച്ചുകൊണ്ട് ബഭാഷേ പറഞ്ഞു. അതിലൊരു വിശേഷം കൂടി കൊടുത്തു. ഈശ സ്മിത ശോചിഷ, മന്ദഹാസാന്വിതം പറഞ്ഞു, മന്ദഹാസത്തോടു കൂടി പറഞ്ഞു. ഈ കയ്യ് പിടിക്കുക എന്നത് ഇന്നത്തെ ഷെയ്ക്കൻഡ് തന്നെയാണത്, പണ്ടും ഉണ്ട്. ഏറ്റവും പരമപ്രീതി ഒരാളോട് തോന്നിയാൽ ചെയ്യുന്നതാണ് കരേ സ്പൃശൻ, ഷെയ്ക്കൻഡ് കൈ പിടിച്ചൊന്ന് കുലുക്കുക എന്നുള്ളത്. ഭഗവാൻ തുടങ്ങി വെച്ചിട്ടുണ്ടത് എന്നാണ് പറയുന്നത്. അവിടെ അതൊരു മറുനാടൻ സംസ്കാരമല്ല കേട്ടോ. കൈ പിടിച്ചു ഏറ്റവും അടുപ്പമുള്ളവരോട് കാണിക്കാവുന്ന ഒരു, നമ്മുടെ സംസ്കാരം അനുവദിക്കുന്ന ഒരു അപചാരം തന്നെയാണ്, ഒരു പെരുമാറ്റം തന്നെയാണ്. കൈ പിടിക്കുക, ആലിംഗനം ചെയ്യുക, ഇതൊക്കെ അനുവദനീയമാണ്. ബഭാഷ ഈശസ്മിതശോജിഷാഗിര, പുഞ്ചിരി തൂകിയതായിട്ടുള്ള ആനനത്തോടു കൂടിയിട്ട്, മുഖത്തോടു കൂടിയിട്ട്, പ്രിയം പ്രീതമന കരേ സ്പൃശൻ, പ്രിയം തൻ്റെ പ്രിയനായിരിക്കുന്ന ബ്രഹ്മാവിനോട്, സ്നേഹമുള്ളവനായിരിക്കുന്ന ബ്രഹ്മാവിനോട് പ്രിയം, രണ്ടാമത്തെ പ്രിയം ബ്രഹ്മാവിനാട്ടോ. സ്നേഹമുള്ളതായിരിക്കുന്ന ബ്രഹ്മാവിനോട് പ്രിയനായിരിക്കുന്ന ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് വരിക. പ്രേമയുക്തനും തം അവനോട്, പ്രിയം സ്നേഹമുള്ളവനും പ്രേമയുക്തനും ആയ, സ്നേഹമുള്ളവനും പ്രേമയുക്തനും, പ്രിയം പ്രീതമന കരേ സ്പൃശൻ. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറഞ്ഞ കാര്യമാണ് ഇനി അടുത്ത്. തയാഹം തോഷിത സദ്ര്യങ് വേദഗർഭ ശിശിക്ഷയാ, വേദഗർഭ എന്നുള്ളതാണ് അവിടുത്തെ സംബോധന. വേദങ്ങൾ പഠിച്ച ആളെ ബ്രഹ്മദേവൻ, പഠിച്ചതായിട്ടുള്ളവനെ വിളിക്കുകയാണ്. ബ്രഹ്മാവ് എപ്പോഴും വേദത്തിൻ്റെ മൂർത്തിയാണ്. 4 വേദവും ഹൃദയസ്ഥാണത്രേ, ചില്ലറ കാര്യമില്ല. വേദഗർഭ, വേദങ്ങളെ ധരിച്ചവനെ, ബ്രഹ്മദേവ, ബ്രഹ്മാവേ, അങ്ങ് എന്ത് ചെയ്തു? ത്വയാഹം തോഷിത സദ്ര്യങ്, വളരെയേറെ എന്നെ തപസ് ചെയ്തു, നന്നായിട്ട് തന്നെ എന്നെ തപസ് ചെയ്തിരിക്കണം. ചിരം ഹൃദേന തപസ, വളരെ കാലത്തെ തപസ്സുകൊണ്ട്, കൂടയോഗിനാം ദുസ്തോഷ, അത്ര വേഗമൊന്നും സന്തോഷിപ്പിക്കാൻ സാധിക്കാത്ത എന്നെ, ശരപ്രസാദത്തിന് എളുപ്പമാണെന്ന് വിചാരിക്കണ്ട. ഒരു ദേവനാണെങ്കിലും അത്ര വേഗം ദേവനിലേക്ക് ജീവനെത്താൻ കഴിയില്ല. അവിടെയാണ് ജീവൻ്റെ കഷ്ടവും ക്ലേശവും കുടികൊള്ളണത്. ലേശം ബുദ്ധിമുട്ടിയാൽ തന്നെ പറ്റുള്ളൂ. എന്താണാവോ അങ്ങനെ ആക്കിയത്? ഭഗവാനോട് തന്നെ ചോദിക്കണം. ചൂടെ എളുപ്പം ആക്കി കൂടെ? അതൊക്കെ നമുക്ക് തോന്നും. 7 ദിവസം ഇരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് പറ്റുന്നുണ്ടോ ആൾക്കാർക്ക്? അയ്യോ, ഊണ് കഴിഞ്ഞാൽ ഞാൻ പോവാട്ടോ, പറ്റിയെങ്കിൽ വൈകുന്നേരം ഒന്ന് ഇറങ്ങി നോക്കാം, ചൂടൊക്കെ അറിയിട്ട്. നമ്മുടെയൊക്കെ ഉപാസനയ്ക്ക് അത്രേ ശക്തിയുള്ളൂ, അത് മതിയോ? പരീക്ഷിത്താണെങ്കിലോ 7 ദിവസം വിടാതെ കേട്ടു, രാത്രിയും കൂടിയും കേട്ടു എന്നാണ് ചിലർ പറയണത്. സപ്താഹം എന്ന് പറഞ്ഞാൽ പകലേ ഉള്ളൂ നമ്മൾ നടത്തുന്ന സപ്താഹം. നമ്മൾ നടത്തുന്ന സപ്താഹമാണ് പകൽ കേട്ടോ. പരീക്ഷിത്ത് 7 ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പകലെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ചിലർ പറയുന്നു. എന്താ അപ്പോൾ അവിടെ നടന്നത് നമുക്ക് അറിയില്ലല്ലോ. അവിടെ 7 ദിവസം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങേക്ക് 7 ദിവസം കയ്യിലുണ്ടല്ലോ, അതാണ് ഭാഗവതം പറഞ്ഞുതരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എവിടെയും പകലെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ സപ്താഹത്തിന് നമ്മൾ നടത്തുമ്പോൾ പകലേ വേണ്ടു, കാരണം അത് ആഹസ്സാണ്. അപ്പോൾ എന്താ പറഞ്ഞു തരുന്നത്? എളുപ്പമല്ല. അപ്പോൾ 7 ദിവസം കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സാമാന്യം ഒരു ഇതൊക്കെ വേണം. ദുർബലന്മാർക്കും
വേറൊരു പണിയില്ലാത്തവർക്കും പറ്റിയ കാര്യമാണെന്ന് ചിലരുടെ വിചാരം. ഇരുന്ന് കേട്ട് നോക്കണം. അപ്പം ചമ്രം പടിഞ്ഞിരുന്ന് കേൾക്കണം. ആ കസേരയിൽ ഇരുന്നിട്ടും ചാരി കിടന്നിട്ടും പകുതി ഉറങ്ങിയിട്ടൊന്നുമല്ല. ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു ആസനമോ എന്തെങ്കിലും സൃഷ്ടിക്കുക. കട്ടിയുള്ളതോ കുഷ്ടിയിടണോ ഇഷ്ടിയിട്ട് കാമ്രം പടിഞ്ഞിട്ടാണ്ട് ഇരിക്കണം. ഈ പറയണ ആൾ എണീക്കുമ്പോൾ എണീക്കോ പറ്റുമോ ആലോചിച്ചോ. ശരീരം വഴങ്ങണം, മനസ്സ് വഴങ്ങണം, ക്ഷമ വേണം. അപ്പം എന്താ പറഞ്ഞു വെച്ചാൽ കൂടെ യോഗിനാം. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നവർക്കൊന്നും ഈശ്വരനിലെത്താൻ പറ്റില്ല. ഒത്തിരി പണിപ്പെടുന്ന വേണമെന്ന് ചുരുക്കം. ദുസ്തോഷോ അഹം, ഞാൻ അത്ര വേഗം കൂടെ യോഗികൾക്ക്, യോഗം പൂർണ്ണമാവാത്തവർ, എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്നിൽ ഭജിക്കുകയാണ് എന്ന് കരുതുന്നവർക്ക് എന്നിലെത്താൻ സാധ്യമല്ല. ദുസ്തോഷ അഹം ദുസ്തോഷ, ഞാൻ പ്രാപിക്കാൻ പ്രയാസമുള്ളവനാകുന്നു. ബ്രഹ്മദേവ, അങ്ങ് വളരെ വിഷമിച്ചിട്ട് എന്നെ വേണ്ട പോലെ ഉപാസിച്ചതിനാൽ ഞാൻ ദർശനം തന്നിരിക്കുന്നു എന്നർത്ഥം. ത്വയാഹം തോഷിത സദ്ര്യങ്, സദ്ര്യങ് എന്ന് പറഞ്ഞാൽ വളരെ വേണ്ട വിധം വേദഗർഭ ബ്രഹ്മദേവ, എന്നെ അങ്ങ് ഉപാസിച്ചു. ശുശ്രൂഷയാ, എന്തിനു വേണ്ടിയിട്ടാണ്? സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്താൽ. ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങ് എന്നെ ഭജിച്ചത്. അങ്ങയിൽ നിക്ഷിപ്തമായ കർത്തവ്യം നിറവേറ്റാൻ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കർത്തവ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ധനം ഉണ്ടാവണം, വീടുണ്ടാവും, ഒക്കെ നമ്മുടെ കർത്തവ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോന്ന് ചോദിക്കണത്. അപ്പം ശുശ്രൂഷയ, സൃഷ്ടിപ്പാനുള്ള ആഗ്രഹത്താൽ, കർത്തവ്യ നിർവഹണത്തിനായി കൊണ്ട് കപടഭക്തന്മാർക്കോ പൂർണ്ണ ആവാത്ത ഭക്തിയിലോർക്കോ സാധിക്കാത്ത എൻ്റെ ആ ദർശനം അനുഭവം അങ്ങേക്കിതാ ഞാൻ നൽകിയിരിക്കുന്നു. ദർശനം നൽകി. ഇനി അടുത്തത് എന്താണ്? വരം ചോദിക്കുക. എന്താണോ വേണ്ടതെങ്കിൽ ചോദിക്കൂ. വരം വരയ ഭദ്രന്തേ പരേശം മാ അഭിവാഞ്ചിതം ബ്രഹ്മൻ ശ്രേയപരിശ്രാമ പുംസാം മദ്ദർശനാവധി. ഹേ ബ്രഹ്മൻ, ബ്രഹ്മാവിനെ വിളിക്കുകയാണ്. വേദങ്ങൾ അറിയുന്നവനെ. എന്താ പറഞ്ഞത്? ഭദ്രം തേ, തേ ഭദ്രം, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിച്ച പിന്നെ ഇനി എന്താ വേണ്ട? ഭദ്രം തേ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ശുഭം അസ്തു, അങ്ങേക്ക് നല്ലത് ഭവിക്കട്ടെ. വരം വരയ, വരത്തെ വരിക്കൂ. ആരോയിൽ നിന്ന്? വരേശനായ എന്നിൽ നിന്ന്. വരേശൻ വരം കൊടുക്കാൻ കഴിവുള്ളവൻ. വരം കൊടുക്കാൻ കഴിവുള്ളതായിട്ടുള്ള എന്നോട് എന്താ വരം വേണ്ടതെങ്കിൽ അവിടുന്ന് ചോദിച്ചാലും. മാ അഭിവാഞ്ചിതം, ആഗ്രഹിച്ച വരം ഭരിച്ചു കൊള്ളുക എന്നിൽ നിന്ന്. മാ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അർത്ഥം ഉണ്ട് കേട്ടോ. വരം ചോദിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ മാ നെഗറ്റീവ് ആവാം. പക്ഷെ ഇവിടെ അതല്ല, എന്നോട് എന്നാണ്. സന്ദർഭമാണല്ലോ, സന്ദർഭത്തിനനുസരിച്ചവിടെ നെഗറ്റീവ് അല്ല. എന്നോട് വരത്തെ ചോദിച്ചാലും. വരേശം മാം, വരം കൊടുക്കാൻ കഴിവുള്ള എന്നോട്. മാ എന്നോട്. അഭിവാഞ്ചിതം വരം വരയാ, ആഗ്രഹിച്ചതായ വരം ചോദിക്കുക. എന്ത് വരമാണ് വേണ്ടതെങ്കിൽ ചോദിക്കുക. ശ്രേയപരിശ്രാമ പുംസാം മദ്ദർശനാവധി, എല്ലാവർക്കും ശ്രേയസ്സിനായി കൊണ്ടുള്ള ശ്രമം. ഏത് വരെ മാത്രമേ ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ? ശ്രമം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. ശ്രമിച്ച് കരകാണാത്ത ആ ഒരു അവസ്ഥ, പരിശ്രമം. ഏത് വരെയുള്ളൂ ബുദ്ധിമുട്ട്? എന്നെ കാണുന്നവരെയുള്ളൂ. എന്നെ കണ്ടാൽ എല്ലാ കഷ്ടത്തിൻ്റെയും അവസാനമായി, എല്ലാ പരിശ്രമത്തിൻ്റെയും ഫിനിഷിങ് പോയിൻ്റ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ. ചില വാക്കൊക്കെ അങ്ങനെയാണ് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. എന്തിനാ നീട്ടണം, അതുകൊണ്ടാണ് പറയണം കേട്ടോ. എല്ലാ ക്ലേശത്തിൻ്റെയും പരിസമാപ്തിയാണ് ബ്രഹ്മദേവ എന്നെ കാണും. പിന്നെ അവിടുന്ന് അങ്ങടെ അയാൾക്ക് കഷ്ടം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല.
അതുകൊണ്ട് അങ്ങയുടെ ബുദ്ധിമുട്ടുകൾ ഇതാ തീരാറായിരിക്കുന്നു. തീർച്ചയാക്കിക്കോളൂ. വരം വരയ ഭദ്രന്തേ വരേശം മാ എന്നോട് അഭിവാഞ്ചിതം ബ്രഹ്മൻ ശ്രേയ പരിശ്രാമ പുംസാം മദ്ദർശനാവധി. എല്ലാ പരിശ്രമങ്ങളും എവിടെ ചെന്ന് അവസാനിക്കുന്നു? കഷ്ടങ്ങൾ, ക്ലേശങ്ങൾ എല്ലാം എന്നെ കാണുന്നവരെ മാത്രം. ഇനി അങ്ങേക്ക് വിഷമമുണ്ടാവില്ല, സൃഷ്ടിക്കാനും വിഷമില്ല, വേറൊരു വിഷമം ഉണ്ടാവില്ല. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യത് പശ്ചിത്തരഹസി ചകർത്ത പരമം ദബാ. ഭഗവത്തിൻ്റെയൊക്കെ ആ ഒരു ഭാഷ ഏത് ഭാഗം എടുത്താലും നമുക്ക് ആസ്വദിക്കാണ്ടാവും. ഭഗവത്തിൽ മാത്രമേ ഇങ്ങനെ കാണുള്ളൂ. അത് നിങ്ങൾ ഏത് പുരാണം എടുത്താലും ഒരുപാട് ശ്ലോകങ്ങൾ കഴിവച്ചത് നല്ലത് കാണാം. അത്രയേ ഉള്ളൂ. അതൊന്നും ഇപ്പോൾ വിശേഷണമൊന്നും പറയേണ്ടാവില്ല. അതങ്ങനെയല്ല, ഏത് ശ്ലോകം എടുത്ത് നോക്കും അതിനൊരു ഭംഗിയുണ്ട്. ഭാഗവത്തിൻ്റെ മാത്രമുള്ള സ്വത്താണത്. മനീഷിത ശ്ലോകമുണ്ട്. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യത് ഭശ്ചിത്തരഹസി ചകർത്ത പരമം തപാ. ഒറ്റൊന്നിങ്ങനെ കൂട്ടിയേച്ച പോലെ തോന്നില്ല. അസല് ഫ്ലോ, ആ മോൾഡ് എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഓരോ ശ്ലോകങ്ങളും. ആ ആസ്വദിച്ച് അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറേ കഴിയുമ്പോഴാണ് അതൊക്കെ ഇങ്ങനെ പിടികിട്ടുള്ളൂ. പെട്ടെന്നൊന്നുമല്ല കേട്ടോ. ഇവിടെ പറയണം മമ ലോകാവലോകനം, ലോകത്തിൻ്റെ കാഴ്ച. അതുകൊണ്ടാണ് അത്രയും ലോകയതി ഇതി ലോക. എന്നാൽ ലോകം എന്ന് പറഞ്ഞാൽ ആ വാക്ക് എങ്ങനെ വന്നത്? കാണുന്നത് ലോക, അവലോകനം എന്ന കാണുക എന്നാണ്. കാണാത്തത് ഈശ്വരൻ, കാണുന്നത് ലോകം. കാണുന്നതെന്തോ അത് ലോകം. ലോകാവലോകനം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഈ കാഴ്ച. കാണുന്നതെന്തോ അതാണ് ലോകം. ആ കാഴ്ചയുണ്ടല്ലോ, എൻ്റെ അയം മനീഷിതാനുഭാവ, എൻ്റെ സങ്കല്പത്തിൻ്റെ മഹിമയാകുന്നു. അങ്ങേക്ക് ലോകം സൃഷ്ടിക്കണം. അതിപ്പോൾ ലോകത്തിലൊന്നും സൃഷ്ടമായിട്ടില്ല ഈ സമയത്ത്, ഈ പറയുന്ന സമയത്ത്. ബ്രഹ്മാവും ഭഗവാനും കൂടിയുള്ള ഈ സംഭാഷണ സമയത്ത് ലോകം ഇല്ല. അപ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്താണ്ടാവുക? ശൂന്യത. എന്നാൽ എങ്ങനെയാണ് ലോകത്തിൻ്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു ഘടന, ഷെയ്പ്പ്, ആകൃതി, രൂപം ഉണ്ടാവുക? അത് എൻ്റെ സങ്കല്പ മഹിമയാണ് ബ്രഹ്മദേവ. ഭഗവാൻ സങ്കല്പിക്കുന്നതനുസരിച്ചിട്ടാണ് ഈ ലോകം ഉണ്ടാവുന്നത്. യത് രഹസി ഉപശ്രുത്യ, യാതൊന്നിൻ്റെ ഏകാന്തത്തിൽ കേട്ടിട്ട്, യാതൊന്നിനെ എന്നാണ് ഏകാന്തത്തിൽ കേട്ടിട്ട്, പരമം തപ, അത്യുത്കൃഷ്ടമായ തപസ്സിനെ നീ ചെയ്തു. എൻ്റെ കൽപ്പനയാണ് ബ്രഹ്മാവെ അങ്ങ് ചെയ്തത്. എന്താ എൻ്റെ കൽപ്പന? എന്താ? നേരത്തെ പറഞ്ഞു താ പാ താ പാ, അതന്നെ എൻ്റെ കൽപ്പന. ഞാനെന്താ പറഞ്ഞത് അങ്ങയോട്? തപ 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 തപ, തപസ് ചെയ്യൂ, തപസ് ചെയ്തോളൂ. തപസ് ചെയ്താലും തപസ് ചെയ്യൂ, ഇങ്ങനെ ഫോംസ് ഉണ്ടല്ലോ. രണ്ടാമത്തെ പേഴ്സണോട് പറയുന്നത് തപ തപ, തപസ് അനുഷ്ഠിക്കൂ എന്ന എൻ്റെ വാക്യത്തെ കേട്ടിട്ട് നീ എന്ത് ചെയ്തു? തപസ് ചെയ്തു. ആ പറഞ്ഞതനുസരിച്ചു. അപ്പോൾ എൻ്റെ ഈ മനീഷിത സങ്കല്പ മഹിമയാണ് നീ ചെയ്തത്. ലോകത്തിൻ്റെ കാഴ്ച എൻ്റെ ആ സങ്കല്പത്തിനനുസരിച്ചാണ്. ലോകത്തിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഏത് ലോകമാണ് ഇവിടെ കണ്ടത്? മമ ലോകാവലോകനം, ഭഗവാന്റെ ലോകം. അതല്ലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ മറ്റു ലോകം സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കാണുക? ഇല്ലാത്തത് കാണാൻ പറ്റുമോ? എൻ്റെ ലോകാവലോകനം, എൻ്റെ ലോകത്തെ അങ്ങ് കണ്ടത് എന്ത് കാരണം കൊണ്ടാണ്? എളുപ്പത്തിൽ പറ്റില്ല. എൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് തപാ തപാ എന്ന ആജ്ഞ അനുസരിച്ചത് കൊണ്ട് അങ്ങേക്ക് വളരെ ദുർലഭമായ എൻ്റെ വൈകുണ്ഠലോകം കാണാറായി.
വെളുതെ കിട്ടില്ല എന്നുള്ള സൂചന. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം, എൻ്റെ ലോകാവലോകനം, അതിൻ്റെ കാഴ്ച അങ്ങക്ക് ലഭിച്ചത് ഞാൻ പറഞ്ഞ തപ എന്ന വാക്യത്തെ അനുസരിച്ചത് കൊണ്ടാണ്. യദുപശ്രുത്യരഗതീചകർത്ത പരമം തപ. ഏകാന്തത്തിൽ ആ വാക്ക് കേട്ടിട്ടല്ലേ ബ്രഹ്മദേവ അങ്ങ് തപസ് അനുഷ്ഠിച്ചു. ചകർത്ത പരമം തപ, പരമമായിട്ടുള്ള തപസ് ചെയ്തു. അതുകൊണ്ടാണ് എൻ്റെ ലോകമായ വൈകുണ്ഠം അങ്ങേക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോ അനഘ. വീണ്ടും സംബോധന അനഘ, പാപമില്ലാത്തവനെ. ഇതുകൊണ്ട് പാപമില്ലാണ്ട്, അതുകൊണ്ടാണല്ലോ വൈകുണ്ഠ ദർശനം കിട്ടിയ. പാപികൾക്ക് വൈകുണ്ഠ ദർശനം കിട്ടുമോ? അപ്പം വളരെയേറെ തപസ് ചെയ്തു. എൻ്റെ ആ ഒരു വാക്ക് അനുസരിച്ച് കൊണ്ട് അങ്ങ് അനഘനാണ്, പാപമെല്ലാം നീങ്ങിയവനാണ്. ഈശ്വര ദർശനം ആർക്കുണ്ടോ അയാൾക്ക് പാപമില്ല, അത് പറയാനില്ല എന്നർത്ഥം. അപ്പം ഇവിടെ വ്യക്തമായി അനഘ, ഈ പാപമില്ലാത്തവനെ. ത്വയി കർമ്മ വിമോഹിതേ, കർമ്മത്തിൽ മോഹിതനായിരിക്കുമ്പോൾ, കർമ്മം ചെയ്യണം എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ, മയാ പ്രത്യാദിഷ്ടം, എന്നാൽ പറയപ്പെട്ട ശുദ്ധ സ്വഭാവ തപസ് മേ, എൻ്റെ സാക്ഷാൽ ഹൃദയം ആകുന്നു. പ്രത്യക്ഷമായിട്ടുള്ള എൻ്റെ ഹൃദയം ആണ് തപസ്. അതുകൊണ്ട് തപസ് എന്ന് പറയുമ്പോൾ മാത്രമാണ് എന്നോട് കൂടി ചേരാൻ സാധിക്കുന്നത്. ഞാൻ തന്നെയാണ് തപസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്, വേറെ ആരും അല്ല. തപ എന്ന വാക്യം ഞാനാണ് പറഞ്ഞത് എന്നർത്ഥം. എൻ്റെ അന്തരംഗ ശക്തിയും സ്വരൂപമായിട്ടുള്ള ജ്ഞാനസിദ്ധിക്ക് വളരെയധികം ആവശ്യമാണ്, അല്ലെങ്കിൽ തന്നെ പ്രേരിപ്പിച്ചു. യസ്യ ജ്ഞാനമയം തപ, ജ്ഞാനമയം തപയാണ്, ജ്ഞാനസ്വരൂപത്തോടു കൂടിയിട്ട് തന്നെയാണ് തപസ്. ശ്രുതിയിൽ അങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെയാ? യസ്യ ജ്ഞാനമയം തപ, ഭഗവാന്റെ രൂപം ജ്ഞാനമയമാണ്, തപസ്സിൻ്റെ ഒരു മൂർത്തിമത് ഭാവം ആകുന്നു. അതുകൊണ്ട് എൻ്റെ ആ ഒരു ഹൃദയം തപസ് തന്നെയാണ്. തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോ നഖ. സാക്ഷാത്തായിരിക്കുന്ന ഹൃദയം തപസ്സാണ്. ഞാൻ തപസ്സിൻ്റെ സ്വരൂപമാണ്. എവിടെ തപസ്സുണ്ടോ അവിടെ ഞാൻ ഉണ്ടാവും. തപസ്സൊരിക്കലും വ്യർത്ഥമായി പോവില്ല എന്നർത്ഥം. പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിതേ, കർമ്മവിമോഹിതനായിക്കൊണ്ട് ലോകം സൃഷ്ടിക്കണം എന്ന കർമ്മ ആഗ്രഹം വെച്ചുകൊണ്ട് അങ്ങ് തപസ് ചെയ്തു. ആ തപസ് എൻ്റെ ഹൃദയമാണ്. അവിടെ എനിക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിയില്ല. എവിടെ തപസ്സുണ്ടോ അവിടെ ഞാനുണ്ട് എന്ന് ഭഗവാൻ പറയണം. സൃജാമി തപസേ വേദം ഗൃഹാമി തപസാ പുനാ ബിഭർമി തപസാ വിശ്വം വീര്യം മേ ദുശ്ചരം തപാം. ആ തപസ്സുകൊണ്ട് ഞാൻ ലോകത്തെ സൃഷ്ടിക്കുന്നു. ഞാനാണ് സൃഷ്ടിക്കുന്നത്, ബ്രഹ്മാവിൽ കൂടെ, അത്രയേ ഉള്ളൂ. ബ്രഹ്മാവ് ഒരു ഉപകരണം, പരമേശ്വരൻ ഒരു ഉപകരണം സംഹരിക്കാൻ, അത്രയേ ഉള്ളൂ. സൃജാമി, സൃഷ്ടിക്കുന്നു. തപസ്സുകൊണ്ട് ഞാൻ ലോകത്തെ സൃഷ്ടിക്കുന്നു അങ്ങയിൽ കൂടെ, അത്രയേ ഉള്ളൂ. അങ്ങൊരു ഉപാധിയാണ്, എൻ്റെ ഉപാധിയാണ്. അങ്ങ് സ്വതന്ത്രനൊന്നുമല്ല, എൻ്റെ ഉപാധിയാണ് അങ്ങ്. അങ്ങയിൽ കൂടെ ഞാനാണ് സത്യത്തിൽ സൃഷ്ടിക്കുന്നതെല്ലാം ഞാനാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ പരബ്രഹ്മമായിട്ടുള്ള ഈശ്വരൻ എന്നർത്ഥം. സൃജാമി തപസൈ വേദം, വേദമല്ല കേട്ടോ, തപസൈവ പ്ലസ് ഇതം, വാക്കുകളുടെ പോക്ക്, അവിടെ വേദമൊന്നുമില്ല. തപസ പ്ലസ് ഇവ പ്ലസ് ഇതം, തപസേ വേദം, തപസേവ പ്ലസ് ഇതം, തപസേവേ ഇതം, വേദമല്ല. തപസൈ വേദം, ഭേദമല്ല എന്ന് പറയുകയാണ്. ത്രിജാമി തപസൈവ ഇതം, ഇതെന്ന് പറഞ്ഞാൽ ലോകം, ഈ കാണുന്നത്. ലോകത്തെ ഞാൻ സൃഷ്ടിക്കുന്നു തപസ്സുകൊണ്ട്. ഗ്രസാമി തപസാ പുന, ആ തപസ് കൊണ്ട് തന്നെയാണ് ഇതിനെ ഇല്ലാണ്ടാക്കണത്.
ഈ ലോകം ഭഗവാനിൽ തന്നെ ലയിപ്പിച്ച് ഇല്ലാണ്ടേക്കുക എന്ന പ്രക്രിയ ഉണ്ട് ഭഗവാന്. ആറ്റം ബോംബിട്ട് തകർക്കല്ല കേട്ടോ, അത് വേറെ. ആറ്റം ബോംബിട്ട് ഈ ലോകത്തെ തകർക്കാൻ ഇന്നത്തെ ശക്തികൾക്ക് കഴിയും. പക്ഷേ അതുപോലൊന്ന് സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുമോ? ഒരിക്കലും ഇല്ല. അവിടെയാണ് ഭഗവാന്റെ ഈ സംഹാരവും നമ്മുടെ സംഹാരവും തമ്മിലുള്ള വ്യത്യാസം. എന്നേക്കുമായിട്ട് തീർത്ത് തുടച്ച് നമുക്ക് എല്ലാം തർപ്പണം വയ്ക്കലല്ല ഭഗവാന്റെ സംഹാരം. അങ്ങനെയല്ല. പക്ഷെ ഒരു കാലം കഴിയുമ്പോൾ ഇതിനൊരു അവസാനമുണ്ട്, അത് വീണ്ടും തുടങ്ങുന്നു എന്ന നിലയ്ക്കാണ്. ഒരു പ്രത്യേക വിധത്തിലാണ് ഉപസംഹരിക്കുന്നത്. തന്നിലേക്ക് ഉപസംഹരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രക്രിയയാണ്, നമുക്ക് ആർക്കും കഴിയാത്തതാണ്. നമ്മളാരും ആറ്റം ബോംബിട്ട് തകർക്കുന്നത് തന്നിലേക്ക് ഉപസംഹരിക്കലല്ല, അത് രണ്ടാമത് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല ഈ നശിപ്പിച്ചവർക്ക്. ഒരു ബട്ടൺ അമർത്തി ലോകം മുഴുവൻ നശിപ്പിക്കാൻ വയ്ക്കാൻ പറ്റുമോ? ഭഗവാനത് പറ്റും. അങ്ങനത്തെ സംഹാരമാണ് അവിടെ. വ്യത്യാസമുണ്ട്. ഗ്രസാമി നശിപ്പിക്കുന്നു, തപസ്സു കൊണ്ടാണ് നശിപ്പിക്കുന്നത്, ക്ഷുദ്രായുധങ്ങളെ കൊണ്ടല്ല. ഗ്രസാമി തപസാ പുനഃ ബിബർമി തമസാ. ഇനി അതിനെ ഞാൻ ധരിച്ച് നിൽക്കണമുണ്ട്. സൃഷ്ടിക്കാത്തപ്പോഴും നശിപ്പിക്കാത്തപ്പോഴും ലോകം നിലനിൽക്കുന്നു അല്ലേ? നിലനിൽക്കണം. എന്നിൽ നിലനിൽക്കുന്നു. ആരിൽ നിലനിൽക്കുന്നു? എന്നിൽ നിലനിൽക്കുന്നു. ബിവർമി തമസാ വിശ്വം. ബിവർമി ധരിക്കുന്നു. വീര്യമ്മേ ദുശ്ചരം തപ. ദുശ്ചരമായിരിക്കുന്ന തപസ് കൊണ്ടാണ് ഈ ലോകത്തെ ഞാൻ ധരിച്ച് ഇപ്രകാരം നടത്തുന്നത്. ഭൂമി തിരിയണു, സൂര്യൻ ഉദിക്കണു, വായു വീശണു, പുഷ്പങ്ങൾ പുഷ്പിക്കുന്നു, കാറ്റ് വീശ, അങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും ഞാനാണ് നടത്തുന്നത്. അതിനായിക്കൊണ്ട് വിഷ്ണു എന്ന സ്വരൂപത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ പറയുന്ന ആൾ വിഷ്ണു അല്ലേ? അതെ. ആ വിഷ്ണു തന്നെ ആണോ ധരിച്ച് നടത്തുന്ന സ്ഥിതി? സൃഷ്ടി സ്ഥിതി സംഹാരമാണല്ലോ. സ്ഥിതി വിഷ്ണു അല്ല. നോട്ട്. ഈ പറയുന്ന വിഷ്ണു നിർഗുണനായ ഈശ്വരനാണ്, അദ്ദേഹം സ്ഥിതികാരകനല്ല കേട്ടോ. അപ്പം 4 സങ്കല്പമുണ്ട്, 3 അല്ല 4. നാലാമത്തെ പരബ്രഹ്മമൂർത്തിയായ വിഷ്ണു പറയുകയാണ്, വിഷ്ണുവായി ഞാൻ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷ്ണുവിടെ സ്ഥിതികാരകനായ വിഷ്ണു സത്വഗുണപ്രധാനിയാണ്. ഈ പറയുന്ന വിഷ്ണു നിർഗുണപ്രധാനിയാണ്. വ്യത്യാസമല്ലേ? നിർഗുണപ്രധാനിയായിട്ടുള്ള വിഷ്ണു പറയുകയാണ്, ഞാൻ സാത്വികമായിട്ടുള്ള വിഷ്ണുവായിട്ട് രൂപത്തെ ലോകത്തെ ധരിക്കുന്നു. സാത്വിക വിഷ്ണു അല്ല ഈ പറയുന്നത്, നിർഗുണ വിഷ്ണുവാണ്. രണ്ടും രണ്ടാണ്. 4 ഗുണങ്ങളുണ്ട്. സാത്വികൻ, രാജസം, താമസം, നിർഗുണം. നിർഗുണത്തെ പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്നു, പാടില്ല. നിർഗുണരൂപിയായിട്ടുള്ള വിഷ്ണുവാണ് പറയുന്നത്. ഞാൻ സാത്വികനായിട്ടാണ് ധരിച്ച് നിൽക്കുന്നത്, രാജസനായിട്ടാണ് സൃഷ്ടിക്കുന്നത്, താമസനായിട്ടാണ് സംഭരിക്കുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.